എരുമേലിയിലെ അയ്യപ്പന്മാരെ ആരാധിക്കാൻ പോകുന്ന രണ്ട് അമ്പലങ്ങളുണ്ട്. എരുമേലി കൊച്ചമ്പലം എന്ന് പറയുന്ന അയ്യപ്പന്റെ ക്ഷേത്രം, അതിന് വളരെ പഴക്കമില്ല. എന്നാൽ മറ്റൊരമ്പലമുണ്ട്, ശാസ്താ ക്ഷേത്രം, വലിയ അമ്പലം എന്ന് പറയുന്ന പുരാതനമായ ക്ഷേത്രം. കൊച്ചമ്പലം അയ്യപ്പനുമായിട്ട് ബന്ധമുള്ള പെരിശ്ശേരിപ്പിള്ള പണിയിച്ചതാണ്. പഴയ പ്രാചീന വലിയ അമ്പലം ആലാമ്പള്ളി മില്ലക്കാർ പണിയിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ആരാണ് ഈ ആലാമ്പള്ളി മില്ലക്കാർ? ആലാമ്പള്ളി മില്ലക്കാരെ കുറിച്ച് ചേട്ടൻ എന്താണ് അറിയാവുന്നത്? അത് എരുമേലിയെ കുറിച്ച് പറയുമ്പോൾ കൊച്ചമ്പലം അയ്യപ്പന്റെ അവതാരം ഏതാണ്ട് 800 വർഷത്തോളം പഴക്കം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ പുത്തൻ വീട്ടില് അയ്യപ്പൻ അന്തിയുറങ്ങിയെന്ന് പറയുന്ന ആ ചെറിയ വീട് ഇന്നും പുത്തൻ വീട് ഇന്നും അവര് സംരക്ഷിക്കുന്നുണ്ട്. അവിടെ വീട്ടിലാണ് മഹിഷിയുടെ ആത്മാവ് പ്രവേശിച്ച എരുമയെ, അത് പുരുഷന്മാരെ നിഗ്രഹിച്ചിരുന്നു എന്നാണ്. അതിനെ കൊന്നത് അയ്യപ്പനാണ്. അങ്ങനെ മഹിഷിക്ക് മോക്ഷം കൊടുത്തു എന്നുള്ള ആ കഥയിൽ ആ വാള് രുദ്രക്കുളം എന്ന് പറയുന്ന കുളത്തിൽ കഴുകിയതിന് ശേഷം അത് പുത്തൻ വീട്ടിലെ അമ്മയെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഇനി ഈ എരുമയെ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് അത് സൂക്ഷിച്ചു വെച്ചോളാൻ പറഞ്ഞു. അതാണ് അറയിലിരിക്കുന്ന വാളെന്നാണ്. അപ്പോൾ അതിൻ്റെ പഴക്കം ആർക്കിയോളജി വകുപ്പ് ഒരിക്കലും പരിശോധിച്ചു എന്ന് പറയുന്നു. 800 വർഷമാണ് പറയുന്നതെന്നാണ്. അപ്പോൾ അതിൻ്റെ റെക്കോർഡ് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എല്ലാവരും പറഞ്ഞ് ഉള്ള അറിവാണ്. അപ്പോൾ ആ 800 വർഷത്തിൽ കൂടുതൽ ഈ കൊച്ചമ്പലത്തിന് പഴക്കം വരികയില്ല. കാരണം അതിന് ശേഷം ആണ് പെരിശ്ശേരിപ്പിള്ള എന്ന് പറയുന്ന ഈ പുത്തൻ വീട്ടിലെ കാരണവർ അത് നിർമ്മിച്ചത്. ഈ പുത്തൻ വീടെന്ന് പറയുന്നത് തന്നെ അയ്യപ്പന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പെരുന്നാട്ടിൽ നിന്ന് വന്ന കുടുംബമാണ്. അത് പഴയ കാലത്ത് പന്തള രാജകുടുംബം, പാണ്ഡ്യരാജവംശം, അവര് തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് പോരുമ്പോൾ 3 സഹോദരങ്ങൾ ആ മധുര വിട്ടു പോന്നു. തിരുമല നായിക്കന്റെ ആക്രമണം കൊണ്ട് അവിടെ വിട്ടുപോരുകയും 2 സഹോദരന്മാർ അവിടെ താമസിക്കുകയും ചെയ്തു. അങ്ങനെ 5 സഹോദരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 2 പേർ ഒന്നിച്ച് തെങ്കാശി വഴി വരികയും ആ തെങ്കാശിയിൽ വെച്ച് മറവപ്പട അവരെ ആക്രമിച്ചപ്പോൾ 2ആയിട്ട് പിരിഞ്ഞ് ഒരു ആളും ആളിന്റെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ ആൾക്കാരെല്ലാം തന്നെ തിരുവനന്തപുരം സൈഡിലേക്ക് തക്കല കൊട്ടാരമൊക്കെ ഉണ്ട്, ആ ഭാഗത്തേക്ക് പോയി. പിന്നീട് അതാണ് പത്മനാഭപുരം പാലസ്, അവിടെയാണ് കേന്ദ്രീകരിച്ചത്. എന്നാൽ മറ്റൊരാള് നേരെ കോന്നിയിലാണ് എത്തിപ്പെട്ടത്. കോന്നിയിൽ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പരിസരത്താണ് അവര് കൊട്ടാരം, അല്ലെങ്കിൽ അന്ന് അവരുടെ താമസ സൗകര്യം വലിയ കൊട്ടാരമായിട്ടൊന്നും പണിതിട്ടില്ലെങ്കിൽ പോലും അത് കൊട്ടാരം എന്നറിയപ്പെട്ട് അങ്ങനെ ആണ് അവരവിടെ നിന്നാണ് പന്തളത്തേക്ക് പിന്നീട് മാറി പന്തളം കൊട്ടാരം പണിയുകയും അങ്ങനെ ശക്തിപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അവർ സഹോദരന്മാരാണെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അതുപോലെ തന്നെ ആ 3 പേരുണ്ടായിരുന്നതിൽ ഒരാള് മധുരയിൽ നിന്ന് തിരിക്കുമ്പോൾ തന്നെ കുമളി ഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ ഉത്തമപാളയം എന്ന് പറയുന്ന ഭാഗത്ത് എത്തപ്പെട്ടു. അവിടെ ഉത്തമമായ പാളയമായതുകൊണ്ട് അവിടെ തങ്ങി അങ്ങനെ ശക്തിപ്പെട്ടു വന്നു എന്നും, പിന്നീട് ചിന്നമന്നൂര് എന്ന് പറയുന്ന സ്ഥലത്ത്, ചിന്നമന്നന്റെ ഊര്, അവിടെ ഒരു യുവരാജാവിനെ തിരുമല നായിക്കന്റെ പിൻഗാമികൾ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. കാരണം ഇവരിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് ഇടയ്ക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നാണ്. അപ്പോൾ അതാണ് ചിന്നമന്നന്റെ ഊര്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിന്നമന്നൂര് താമസിച്ചിരുന്ന ആ യുവരാജാവ് ഈ പാണ്ഡ്യ രാജവംശത്തിൻ്റെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതനുസരിച്ച് ഇവർ ചെയ്തു കൊടുക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ അവരെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ബലമായിട്ട് കല്യാണം നടത്താനുള്ള തീരുമാനമെടുത്തു. അപ്പോൾ അങ്ങനെ പന്തൽ വരെ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. അതിന് തലേ ദിവസം അവിടം വിട്ട് അവര് കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഈ പൂഞ്ഞാർ രാജകുടുംബത്തിന്റെ ആദ്യത്തെ ആസ്ഥാനമാകാൻ കാരണം. അവിടെ ഗണപതിയാർ കോവിലും മധുര മീനാക്ഷി ക്ഷേത്രം, അത് രാജകുടുംബത്തിന് മാത്രം ആരാധിക്കാനുള്ള ക്ഷേത്രം, അല്ലെങ്കിൽ അതുമായിട്ട് ഏറ്റവും അവരുമായിട്ട് അടുത്തവർക്ക് മാത്രം
അനുവദിച്ചു കൊടുക്കുന്ന, അത് വെള്ളാള കുല ക്ഷേത്രമായിട്ട് രണ്ടും വന്നെങ്കിലും ഒന്നിൽ മറ്റാളുകൾക്കും കൂടി, അതായത് ശിവകുടുംബവും ഗണപതിയും മാത്രമുള്ള ഒരു ക്ഷേത്രമായിട്ട് ഗണപതിയാർ കോവിൽ അങ്ങനെ നിർമ്മിക്കുകയും അവിടെ മറ്റുള്ളവർക്ക് കൂടി പ്രവേശനം അനുവദിക്കുകയും ചെയ്തു. എന്നാൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ അന്നത്തെ രാജകുടുംബത്തിൽപ്പെട്ട ആളുകളും അതോടൊപ്പം ചേർന്ന് നിന്നിരുന്ന വെള്ളാളപ്പിള്ളമാരും ആണ് അവിടുത്തെ ഭരണവും അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൽ വിശ്വാസികളും ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒക്കെ ചരിത്രം പണ്ടുകാലം മുതൽ പറയുന്ന വായ്മൊഴികളെ കാരണവന്മാർ മുതൽ പറഞ്ഞു കേട്ടിട്ടുള്ളതും ഇപ്പോഴും ധാരാളം ആളുകൾക്ക് അറിയാവുന്നതുമായിട്ടുള്ള ചരിത്രമാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോകാനുണ്ടായ പൗഞ്ഞാറ്റിലേക്ക് പോകാനുണ്ടായ കാരണം ഏതാണ്ട് ഒരു 300 വർഷങ്ങൾക്ക് മുൻപ് കോയിക്കന്മാരുടെ നേതൃത്വത്തിൽ ഒരു പട തമിഴ്നാട്ടിൽ നിന്നെത്തി കാഞ്ഞിരപ്പള്ളി സമ്പന്നമായ കാഞ്ഞിരപ്പള്ളി കച്ചയൊക്കെ ലോകപ്രസിദ്ധമായിരുന്നതുകൊണ്ട്, അതുപോലെ കാഞ്ചനപ്പള്ളി എന്നാണ് പേരെന്നാ പറയുന്നത്, കാഞ്ചനം ഉള്ള പള്ളി അല്ലെ നാട് എന്നുള്ള രീതിയിൽ അത്ര സമൃദ്ധമായിരുന്നതുകൊണ്ട് കൊള്ളയടിക്കാൻ വേണ്ടി വന്നു എന്നാണ്. അങ്ങനെ വന്ന ആൾക്കാർ മുണ്ടക്കയം കഴിഞ്ഞ് ചോറ്റിയിലുള്ള മഹാദേവ ക്ഷേത്രം ആദ്യം തകർത്തു. അതിനുശേഷം പഴുക തടം കെട്ടിക്കിടക്കുന്ന അവിടെ വലിയ ക്ഷേത്രം ഉണ്ടായിരുന്ന ചെറഭാഗം എന്ന് ഇപ്പോഴും പറയുന്ന ആ ഭാഗത്ത്, അതുപോലെ തന്നെ പാലപ്ര ഭഗവതി ദേവസ്വം, അതുപോലെ വേങ്ങത്താനത്തുണ്ടായിരുന്ന ക്ഷേത്രം, അതുപോലെ പഴുമലയിലുണ്ടായിരുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം, പിന്നീട് 27 കോളേജ് കാഞ്ഞിരപ്പള്ളി സെൻറ് ജോൺസ് കോളേജ് സ്ഥിതി ചെയ്യുന്നതിനടുത്തുണ്ടായിരുന്ന അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രവും നശിപ്പിച്ചു കഴിഞ്ഞ് അവർ 26 എന്ന് പറയുന്ന എരുമേലിക്ക് ഇപ്പോൾ പടപ്പാടി, അത് പടനിന്നാടിയടാണ് പടപ്പാടി.